കറണ്ട് അഫയർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനു മുമ്പേ നമ്മൾ കറണ്ട് അഫയർ സീരീസിൻ്റെ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. കറണ്ട് അഫയർ സീരീസ് എന്ന പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സസ് എല്ലാം ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലും പ്രയോജനപ്രദമാവുന്ന രീതിയിലാണ് ക്ലാസ്സസ് ഇട്ടിരിക്കുന്നത്. മാക്സിമം നിങ്ങൾ കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ മാക്സിമം ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇന്ത്യൻ ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പഠിക്കാം. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഇന്ത്യയിൽ നിന്നും പുതിയതായി ഉൾപ്പെടുത്തപ്പെട്ട റാംസാർ സൈറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ 2024 ഇന്ത്യയിൽ നിന്നും പുതിയതായി ഉൾപ്പെടുത്തപ്പെട്ട റാംസാർ സൈറ്റുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 5 റാംസാർ സൈറ്റുകൾ പുതിയതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല, കർണാടക. മറക്കല്ലേ, ആദ്യത്തെ ഏതാണ്? അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല, കർണാടക. അതുപോലെ തന്നെ അംഗനാശിനി അഴിമുഖം, കർണാടക. മഗട്ടികേര കൺസർവേഷൻ റിസർവ്, കർണാടക. അതുപോലെ തന്നെ കരേവെട്ടി പക്ഷി സങ്കേതം, തമിഴ്നാട്. അതുപോലെ തന്നെ ലോക്ക്വുഡ് ഷോല റിസർവ്, തമിഴ്നാട്. അപ്പോൾ ഈ 5 റാംസാർ സൈറ്റുകളൂടെ നമ്മുടെ റാംസാർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, മറക്കല്ലേ. അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല, കർണാടക. അംഗനാശിനി അഴിമുഖം, കർണാടക. മഗട്ടികേര കൺസർവേഷൻ റിസർവ്, കർണാടക. അതുപോലെ തന്നെ കരേവെട്ടി പക്ഷി സങ്കേതം, തമിഴ്നാട്. ലോക്ക്വുഡ് ഷോല റിസർവ്, തമിഴ്നാട്. അപ്പോൾ ഈ 5 റാംസാർ സൈറ്റുകളുടെ നമ്മുടെ പുതിയ റാംസാർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 80ആയി. ഈ എണ്ണം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ടോട്ടൽ ഇപ്പം നിലവിലിപ്പോൾ ഇന്ത്യയിൽ നിന്ന് 80 റാംസാർ സൈറ്റുകളുണ്ട്. പുതിയതായിട്ട് ഉൾപ്പെടുത്തിയത് അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല, കർണാടക. അംഗനാശിനി അഴിമുഖം, കർണാടക. മഗട്ടികേര കൺസർവേഷൻ റിസർവ്, കർണാടക. അതുപോലെ തന്നെ കരേവെട്ടി പക്ഷി സങ്കേതം, തമിഴ്നാട്. ലോക്ക്വുഡ് ഷോല റിസർവ്, തമിഴ്നാട്. മറക്കല്ലേ, ഈ 5 എണ്ണോടെ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതോടുകൂടി ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയായി? 80ആയിട്ട് മാറിയിട്ടുണ്ട്. മറക്കല്ലേ, 80ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇത് റാംസാർ സൈറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പഠിച്ചു വെച്ചോണേ. മാക്സിമം ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ടോട്ടൽ 80ആയിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് നിലവിൽ. ഇതും എണ്ണവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്തത്, തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തന്തേ പെരിയാർ വന്യജീവി സങ്കേതം. അപ്പോൾ തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം ഏതാണ്? തന്തേ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം തന്തേ പെരിയാർ വന്യജീവി സങ്കേതം. ക്ലിയർ ആയേ? അടുത്തത്, വാദ്വാൻ തുറമുഖം നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. മഹാരാഷ്ട്രയിലാണ്. അപ്പം പുതിയതായിട്ട് വരുന്ന തുറമുഖത്തിൻ്റെയൊക്കെ PC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കണം. വാദ്വാൻ പുതിയതായിട്ട് വന്ന തുറമുഖമാണ്. വാദ്വാൻ തുറമുഖം നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. വാദ്വാൻ തുറമുഖം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. മറക്കല്ലേ. അതുപോലെ തന്നെ ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. പുതിയതായിട്ട് നടന്ന ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ PC ചോദിക്കും, അങ്ങനെ ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അതുപോലെ തന്നെ 2023 സ്വച്ഛ് സർവേഷം പുരസ്കാരം നേടിയ നഗരം ഏതാണ്? ഇൻഡോറാണ്. മധ്യപ്രദേശിലെ ഇൻഡോറാണ് 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരം നേടിയ നഗരം. ഇൻഡോറാണ്, മധ്യപ്രദേശിലെ ഇൻഡോറാണ്. അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ വേദിക് തീം പാർക്ക് എവിടെയാണ്? നോയിഡ. UPയിലെ നോയിഡയിലാണ്, ഉത്തർപ്രദേശിലാണ്. നോയിഡയിലാണ് രാജ്യത്തെ ആദ്യത്തെ വേദിക് തീം പാർക്ക് വന്നത്. നോയിഡയിലാണ്, ഉത്തർപ്രദേശ്. അടുത്തത്, സ്വച്ഛ് വായു സർവേഷൻ അവാർഡ് 2023 ഒന്നാമത് വന്നത് ഏത് നഗരമാണ്? ഇൻഡോറാണ്. മധ്യപ്രദേശിലെ ഇൻഡോറാണ്. അപ്പം പഠിച്ചു വെക്കാമല്ലോ. സ്വച്ഛ് സർവേഷൻ പുരസ്കാരം നേടിയ നഗരം ഇൻഡോർ. അതുപോലെ തന്നെ സ്വച്ഛ് വായു സർവേഷൻ പുരസ്കാരം 2023 നേടിയത് എവിടാണ്? ഇൻഡോറാണ്. സ്വച്ഛ് സർവേഷൻ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഈ വൃത്തിയുടെയൊക്കെയാണ്.
അതുപോലെ തന്നെ സ്വച്ഛ് വായു സർവേഷൻ അവാർഡ് 2023 നേടിയത് എവിടെയാണ്? ഇൻഡോറാണ്. അടുത്തത് ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വന്നത് കന്യാകുമാരിയിലാണ്. മറക്കല്ലേ, രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വന്നത് കന്യാകുമാരിയാണ്. ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വന്നത് എവിടെയാണ്? കന്യാകുമാരി. അതുപോലെ തന്നെ ജാർസുഗുണ്ട താപവൈദ്യുത നിലയം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? ജാർസുഗുണ്ട താപവൈദ്യുത നിലയം നിലവിൽ വന്നത് എവിടെയാണ്? ഒഡീഷ. ഈ വർഷം തന്നെ ഒരു എക്സാമിന് ചോദിച്ചാണ്, ജാർസുഗുണ്ട താപവൈദ്യുത നിലയം നിലവിൽ വന്നത് എവിടെയാണ്? ഒഡീഷ. അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? ഗോൽ എന്ന് പറഞ്ഞൊരു മത്സ്യത്തെയാണ്. അത് പടത്തിക്കോര എന്നാണ് പറയുന്നത്, പടത്തിക്കോര. അപ്പം ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത് ഏത് മത്സ്യത്തെയാണ്? ഗോൽ അഥവാ പടത്തിക്കോര. ക്ലിയർ ആയേ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം ഏതാണ്? തന്തേ പെരിയാർ വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ വാദ്വാൻ തുറമുഖം നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരം നേടിയ നഗരം ഏതാണ്? ഇൻഡോറാണ്. രാജ്യത്തെ ആദ്യത്തെ വേദിക് തീം പാർക്ക് എവിടെയാണ്? നോയിഡയിലാണ്, ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. സ്വച്ഛ് വായു സർവേഷൻ അവാർഡ് 2023 ഒന്നാമതെത്തിയ നഗരം ഏതാണ്? ഇൻഡോറാണ്. ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വന്നത് എവിടെയാണ്? കന്യാകുമാരി. ജാർസുഗുണ്ട താപവൈദ്യുത നിലയം നിലവിൽ വന്നത് എവിടെയാണ്? ഒഡീഷ. അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത് എവിടെയാണ്? ഗോൽ അഥവാ പടത്തിക്കോര. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് പറയുന്നതിന് മുമ്പ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ ടെലഗ്രാമിൽ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫെയർ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൽ. ടെലഗ്രാം വഴിയായിരിക്കും ക്ലാസ്സസ് എല്ലാം വരുന്നത്. അതിനകത്ത് നമ്മൾ 2 ദിവസമേ ഉള്ളൂ, 2 ക്ലാസ്സസ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. 2 ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഡെയിലി കറണ്ട് അഫെയറിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. അതായത് വൈകുന്നേരം 7 തൊട്ട് 8 മണി വരെ ടെലഗ്രാമിൽ ലൈവ് സെക്ഷൻ ആയിരിക്കും. ലൈവായിട്ട് 1 മണിക്കൂറത്തെ ക്ലാസ് ഉണ്ട്. ഇനി വരുന്ന LDC, LGS അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് ഈ വർഷം നടക്കുന്ന എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. വെറും 120 രൂപ മാത്രമേ ഉള്ളൂ ആ ക്ലാസ്സിന് വരുന്നത്. അതായത് ഡെയിലി ലൈവ് സെക്ഷൻ ഉണ്ട്, ലൈവ് ക്ലാസ് ആയിരിക്കും. ടെലഗ്രാമിൽ ലൈവ് ഓഡിയോ ക്ലാസ് ആയിരിക്കും വിത്ത് ലൈവ് ഡിസ്കഷനും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി എടുക്കുന്ന ക്ലാസ്സിന് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാംസും ഡെയിലി ബേസ്ഡ് റിവിഷൻ എക്സാംസും നടക്കുന്നുണ്ട്. അപ്പം വെറും 120 രൂപയാണ് നമ്മുടെ അതിൻ്റെ കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഈ കാണുന്ന നമ്പറിലോട്ട് 81 299 339 എന്ന നമ്പറിലോട്ട് 120 രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ആ നമ്പറിൽ തന്നെ വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ 2 ദിവസമായാലും ക്ലാസ് തുടങ്ങിയിട്ട് 2 ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഇനി വരുന്ന എല്ലാ എക്സാംസിനും ഉപകാരപ്രദമാവുന്ന ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. ലൈവായിട്ടാണ് എടുക്കുന്നത്. ടെലഗ്രാം ഓഡിയോ ലൈവ് ക്ലാസ് ആണ് വരുന്നത്. ലൈവ് ക്ലാസ് വിത്ത് ലൈവ് ഡിസ്കഷന്, പിന്നെ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം അന്നേരം തന്നെ ഇടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എക്സാമും അടുത്ത ദിവസം തന്നെ അതിൻ്റെ റിവിഷൻ ബേസ്ഡ് എക്സാംസും നടത്തിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മാക്സിമം ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം വഴിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച ഗ്രീൻ ചട്നി, ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ ചട്നി ഏത് സംസ്ഥാനത്തെയാണ്? ഒഡീഷയിലെയാണ്. അപ്പോൾ 2024 ജനുവരിയിലെ GI ടാഗ് ലഭിച്ച ഗ്രീൻ ചട്നി ഏത് സംസ്ഥാനത്തെയാണ്? ഒഡീഷയിലെയാണ്. PSC ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. GI ടാഗ് ലഭിച്ച അടുത്തിടെ GI ടാഗ് ലഭിച്ച ഏതെങ്കിലും ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഏത് സംസ്ഥാനത്തെയാണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ മറയൂർ ശർക്കരയൊക്കെ പോലെ. അപ്പോൾ ഓർത്ത് വെച്ചോ, 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച ഗ്രീൻ ചട്നി, ഓർക്കണേ, ഗ്രീൻ ചട്നി ഏത് സംസ്ഥാനത്തെയാണ്? ഒഡീഷയിലെയാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, BR അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ്? വിജയവാഡ, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് നമ്മുടെ BR അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാവരണം ചെയ്തത്. മറക്കല്ലേ. അടുത്തത് പഞ്ചാബിലെ ഏത് നദിയിലാണ് ടാൻറ്റാലം എന്ന മൂലകം കണ്ടെത്തിയത്? സത്ലജ് നദിയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള പുതിയതായിട്ട് കണ്ടെത്തിയതൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ പഞ്ചാബിലെ ഏത് നദിയിലാണ് ടാൻറ്റാലം എന്ന മൂലകം, ഓർത്ത് വെച്ചോണ്ടേ, ടാൻറ്റാലം എന്ന മൂലകം കണ്ടെത്തിയത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്.
അതുപോലെ തന്നെ അടുത്തിടെ ബണ്ണി ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലാണ്. പഠിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ബണ്ണി ഫെസ്റ്റിവൽ, അടുത്തിടെ ബണ്ണി ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. അതായത് ബണ്ണി ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ലു അർജുനില്ലേ, അല്ലു അർജുൻ്റെ സിനിമയല്ലേ ബണ്ണി. അല്ലു അർജുനെ ബണ്ണി എന്നൊക്കെയല്ലേ ഒരു കാലത്ത് വിളിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ഹിറ്റ് സിനിമയല്ലേ ബണ്ണി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഓർത്ത് വെച്ചോ. ബണ്ണി ഫെസ്റ്റിവൽ അപ്പോൾ എവിടെയാണ് നടന്നത്? അല്ലു അർജുൻ്റെ നാട്ടിലായിരിക്കുമല്ലോ ഓൾറെഡി നടക്കുന്നത് ബണ്ണി ഫെസ്റ്റിവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിലാണ്. അടുത്തിടെ ബണ്ണി ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. മറക്കല്ലേ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ ട്രാൻസ് ഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം വരുന്നത് വിഴിഞ്ഞത്താണ്. ഇന്ത്യയുടെ ആദ്യ ട്രാൻസ് ഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം വരുന്നത് വിഴിഞ്ഞത്താണ്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യമൃഗമായി അംഗീകരിച്ച മൃഗം ഏതാന്ന് ചോദിക്കും. ഏതാണ്? മിഥുൻ എന്ന് പറഞ്ഞ മിഥുനാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ ഇങ്ങനെ അംഗീകരിച്ച മൃഗങ്ങളുടെയൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്കത് പഠിച്ചു വെക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറയാം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യമൃഗമായി അംഗീകരിച്ച മൃഗം ഏതാണ്? മിഥുൻ. മറക്കല്ലേ, മിഥുനാണ്. അപ്പോൾ ഈ മിഥുനാണ് നമ്മുടെ അരുണാചൽ പ്രദേശ്, അതുപോലെ തന്നെ നാഗാലാൻഡ് ഒക്കെ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളുടെയൊക്കെ ഔദ്യോഗിക മൃഗമായി അറിയപ്പെടുന്നത് മിഥുനാണ്. മിഥുന് മറ്റൊരു പേരുകൂടുണ്ട്. ഗായൽ എന്നൊക്കെ മിഥുനെ വിളിക്കും. ഗായൽ. അപ്പോൾ ഈ പോയിന്റ് മറക്കല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യമൃഗമായി അംഗീകരിച്ച മൃഗം ഏതാണ്? മിഥുൻ. അടുത്ത പോയിന്റിലോട്ട് പോവാം. രാജസ്ഥാനിലെ പുതിയ ജില്ലകൾ ഏതൊക്കെയാണ്? ഇങ്ങനെ PSC ചോദിക്കും. അതായത് അടുത്തിടെ വന്നിട്ടുള്ള ജില്ലകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ PSC കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വരുന്നൊരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. മിക്കവാറുള്ള കൂട്ടുകാരും ഇങ്ങനൊന്നും നോക്കത്തില്ല. അപ്പോൾ പഠിച്ചു വെച്ചോ. രാജസ്ഥാനിലെ പുതിയ ജില്ലകൾ ഏതൊക്കെയാണ്? മാൽപുര, സുജൻഗർഹ്, കുജമൻ. മാൽപുര, സുജൻഗർഹ്, കുജമൻ. അപ്പോൾ രാജസ്ഥാനിലെ പുതിയ ജില്ലകൾ ഏതൊക്കെയാണ്? മാൽപുര, സുജൻഗർഹ്, കുജമൻ. അങ്ങനെ ടോട്ടൽ 53 ജില്ലകളായിട്ടുണ്ട് ഇപ്പം നമ്മുടെ രാജസ്ഥാനിൽ. അപ്പോൾ അടുത്തിടെ രാജസ്ഥാനിൽ വന്ന പുതിയ ജില്ലകൾ ഏതൊക്കെയാണ്? മാൽപുര, സുജൻഗർഹ്, കുജമൻ. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി ഏതാണ്? സാഞ്ചി. മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെച്ചൂർ പശുവിൻ്റെ ശീതീകരിച്ച ഭ്രൂണം ഉപയോഗിച്ച് പിറന്ന ടെസ്റ്റ് ട്യൂബ് പശു ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഭിമന്യു ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. വെച്ചൂർ പശുവിൻ്റെ ശീതീകരിച്ച ഭ്രൂണം ഉപയോഗിച്ച് പിറന്ന ടെസ്റ്റ് ട്യൂബ് പശു ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഭിമന്യു ആണ്. അഭിമന്യു, മറക്കല്ലേ. അതുപോലെ തന്നെ ലതാ മങ്കേഷ്കർ ചൗക്ക് നിലവിൽ വന്നത് എവിടെയാണ്? അയോധ്യയിലാണ്. അപ്പോൾ ചൗക്ക് എന്ന് പറഞ്ഞ ഒരു നഗരമെന്നോ അല്ലെങ്കിൽ തെരുവെന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ലതാ മങ്കേഷ്കർ അറിയാലോ, അടുത്തിടെ അന്തരിച്ച നമ്മുടെ ഒരു പാട്ടുകാരിയാണ്. അപ്പോൾ അവരുടെ സ്മരണാർത്ഥം ഒരു നഗരത്തിനോ ഒരു തെരുവിനോ പേരിട്ടതാണ് ലതാ മങ്കേഷ്കർ ചൗക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ അടുത്തിടെ മരിച്ചവരുടെ പേരിലൊക്കെ വന്ന സംഭവങ്ങളൊക്കെ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. ലതാ മങ്കേഷ്കർ ചൗക്ക് നിലവിൽ വന്നത് എവിടെയാണ്? അയോധ്യയിലാണ്. അയോധ്യയിൽ ഒരു നഗരമോ ഒരു തെരുവോ ആവാം. അപ്പോൾ ലതാ മങ്കേഷ്കർ ചൗക്ക് നിലവിൽ വന്നത് എവിടെയാണ്? അയോധ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക് എവിടെയാണ്? ഹരിയാനയിലാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക് ഹരിയാന. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക് എവിടെയാണ്? ഹരിയാനയിലാണ്. ജംഗിൾ സഫാരി പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിനകത്തൊക്കെ നമുക്ക് പോവാം, മൃഗങ്ങളുടെ അടുത്തോട്ടൊക്കെ പോകാം. നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ, കാട്ടിൽ കൂടെയൊക്കെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക് എവിടെയാണ്? ഹരിയാനയിലാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ചണ്ഡീഗഡ്. വ്യോമസേനയുടെയൊക്കെ സംബന്ധിച്ച് PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് ചണ്ഡീഗഡിലാണ്. അപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് ചണ്ഡീഗഡിലാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് എടുത്തത്. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 90% ഉറപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്നുണ്ട് ഒരു മാർക്കിന്. അപ്പോൾ മാക്സിമം നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്, നമ്മുടെ കറണ്ട് അഫെയറിൻ്റെ ക്രാഷ് കോഴ്സ് നമ്മൾ ടെലഗ്രാമിൽ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസമായുള്ള ക്ലാസ്സസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ് ക്ലാസ്സസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി തൊട്ട് 8 മണി വരെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അതായത് ഇനി വരുന്ന LDC, LGS
ഈ വർഷം നടക്കുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് അങ്ങനെ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്രദമാവുന്ന ക്ലാസ്സാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം 81 299 339 എന്ന നമ്പറിലോട്ട് ഫീസ് വെറും 120 രൂപ മാത്രമേ ഉള്ളൂ. 120 രൂപ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ആ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ ഇട്ടാൽ മതി. ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഡെയിലി 1 hour ക്ലാസ്സസ് ഉണ്ടാവും കറണ്ട് അഫെയറിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ട്. അതുപോലെ തന്നെ ലൈവ് ഡിസ്കഷനും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതിന് എടുത്ത ക്ലാസ്സിൻ്റെ നോട്ട് അന്നേരം തന്നെ ഇടുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ റിവിഷൻ്റെ ടെസ്റ്റ് പേപ്പറും ഉണ്ടാവും, പരീക്ഷയും ഉണ്ടാവും, എക്സാമും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ആവുക. അപ്പം ഇതുപോലുള്ള അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്യൂബിൽ നമ്മളെ സപ്പോർട്ട് ചെയ്താലും നമുക്ക് ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നമുക്ക് ഇതുപോലെ ഇടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കണേ. അതിനകത്താണ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും എല്ലാം വരുന്നത്. പുതിയ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മുടെ ഉപകാരപ്രദമായ കറണ്ട് അഫെയർ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ എത്തുന്നതാണ്. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് വെക്കണേ.